Hello, everybody. Here we have a new poem from your text, Ways with Words. Here we have the poem Old Autumn, written by our great romantic poet John Keats. John Keats was an English romantic poet. He was one of the main figures of the second generation of romantic poets along with Byron and Shelley. Despite his works having been in publication for only 4 years before his death, from tuberculosis at the age of 25. Although his poems were not generally well received by the critics during his lifetime, his reputation grew after his death. And by the end of 19th century, he had become one of the most beloved of all English poets. Okay, now we have the introduction. We will familiarize about John Keats. John Keats, 1795 to 1821, was born in 1791 as the son of Thomas Keats, a stable keeper, and Frances Keats. He was raised in Moorfields in London, attended the Clark School in Enfield. After the death of his father due to an accident in 1805 and his mother due to tuberculosis in 1810, he and his three siblings were brought up by his uncle Richard Abbey. Realizing that his true vocation was writing, he gave up his apprenticeship to become an apothecary in 1816 after being financially independent at the age of 21 with the inheritance of the grandparents. He published his first poem, O Solitude, in 1815 with the help of his friend Leigh Hunt in Examiner. It was followed by his first major poem on looking into Chapman's Homer in 1818. Okay, listen. John Keats was born in 1791 as the son of Thomas Keats, a stable keeper, and Francis Keats. ഫ്രാൻസിസ് കീറ്റ്സിൻ്റെയും തോമസ് കീറ്റ്സിൻ്റെയും മകനായിട്ട് 1791 ജോൺ കീറ്റ്സ് ജനിച്ചത്. തോമസ് കീറ്റ്സ് ഒരു സ്റ്റേബിൾ കീപ്പറായിരുന്നു, മീൻസ് ഒരു കുതിരാലയത്തിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു. ഹി വാസ് റൈസ്ഡ് ഇൻ മോർഫീൽഡ് ഇൻ ലണ്ടൻ ആൻഡ് അറ്റൻഡഡ് ഇൻ ദ ക്ലാർക്ക് സ്കൂൾ ഇൻ എൻഫീൽഡ്. എൻഫീൽഡിലെ ക്ലാർക്ക് സ്കൂളിലാണ് അദ്ദേഹം വിദ്യ അഭ്യസിച്ചത്. ഓക്കെ, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ് ഇൻ 1805 ആൻഡ് ഹിസ് മദർ ഡ്യൂ ടു ട്യൂബർക്കുലോസിസ് ഇൻ 1810. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു ജോൺ കീറ്റ്സ്. അച്ഛനൊരു ആക്സിഡൻറ്റിൽ മരിച്ചു, അമ്മ ക്ഷയരോഗം ബാധിച്ചിട്ട് 1810 മരിച്ചു. ഹി ആൻഡ് ഹിസ് ത്രീ സിബ്ലിങ്സ് വെർ ബ്രോട്ട് അപ്പ് ബൈ ഹിസ് അങ്കിൾ റിച്ചാർഡ് അബേ. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ മൂന്ന് ബ്രദേഴ്സിനെയും ബ്രോട്ടപ്പ് ചെയ്തത് ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ അങ്കിളായിട്ടുള്ള റിച്ചാർഡ് അബേ ആയിരുന്നു. റിയലൈസിങ് ദാറ്റ് ഹിസ് ട്രൂ വൊക്കേഷൻ വാസ് റൈറ്റിംഗ്. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ഏറ്റവും നല്ല തൊഴിൽ എഴുത്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷം ഹി ഗേവ് അപ്പ് ഹിസ് അപ്രന്റിഷിപ്പ് ബിക്കം ആൻ അപ്പോത്തിക്കാരി ഇൻ 1816. ഒരു മരുന്ന് വ്യാപാരിയായിട്ട് ഇങ്ങനെ ചെറിയ തോതിൽ കാശൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ജോൺ കീറ്റ്സ്. ആ ഒരു ഉദ്യോഗം അയാൾ ഗേവ് അപ്പ്, അയാൾ ഉപേക്ഷിച്ചിട്ട് എഴുത്തിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും പ്രവേശിക്കുകയാണ് ചെയ്തത്. വളരെ ചെറുപ്പത്തിൽ തന്നെ 25-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. മരിച്ചത് പോസ്റ്റ്യൂമസ്ലിയാണ് നമ്മുടെ ജോൺ കീറ്റ്സ് ഫേമസ് ആയത്. ആഫ്റ്റർ ബീയിങ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് അറ്റ് ദ ഏജ് ഓഫ് 21 വിത്ത് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഹിസ് ഗ്രാൻഡ് പാരൻസ്, ഹി പബ്ലിഷ്ഡ് ഹിസ് ഫസ്റ്റ് പോം ഓ സോളിറ്റ്യൂഡ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോം ഓ സോളിറ്റ്യൂഡ് അദ്ദേഹം പബ്ലിഷ് ചെയ്തു 1850. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ലേ ഹണ്ടിൻ്റെ സഹായത്തോടു കൂടി ഒരു മാഗസിനിൽ, എക്സാമിനർ എന്ന് പറഞ്ഞ മാഗസിനിലാണ് ഈ ഓ സോളിറ്റ്യൂഡ് എന്ന ഫസ്റ്റ് പോം അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ജോൺ കീറ്റ്സിൻ്റെ ഫസ്റ്റ് പോം ഏതാണ്? ഓ സോളിറ്റ്യൂഡ്. കൊളാബറേഷൻ വിത്ത് ലേ ഹണ്ട് ഇൻ എക്സാമിനറിലാണത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഇറ്റ് വാസ് ഫോളോഡ് ബൈ ദ ഫസ്റ്റ് മേജർ പോം ഓൺ ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ. ഓ സോളിറ്റ്യൂഡ് പബ്ലിഷ് ചെയ്തതിന് ശേഷം രണ്ടാമതായിട്ട് ഓൺ ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ എന്ന രണ്ടാമത്തെ പോം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് പാരഗ്രാഫ്.
Keats' famous long poem Endymion, which begins with the famous line, "A thing of beauty is a joy forever," got published and met with negative reviews in Blackwood and Quarterly. He met his lover Fanny Brownie for the first time in August the same year and got engaged the next year. In 1819, which is considered as the annus mirabilis in his career, Keats wrote the six odes and the Eve of St. Agonist, the Eve of St. Mark, La Bella and Sans Mercy, and Lamia I first and second. In December 1819, John realizes that his fate too would be no different from his mother's and the younger brother Tom's, who died in 1818. In 1820, his health having further deteriorated, he moved to Rome, bidding a tearful adieu to Fanny Brownie in search of better climate and improved his health. He breathed his last in 1821. കീറ്റ്സ് ഫേമസ് ലോങ് പോയം എൻഡിമിയൺ, ഫേമസ് ആയിട്ടുള്ള ലോങ് പോയം ഏതാണ്? എൻഡിമിയൺ എന്ന പോയമാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോം എൻഡിമിയൺ, വിച്ച് ബിഗിൻസ് വിത്ത് ദ ഫേമസ് ലൈൻ. അതിലെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ്, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ, ഗോഡ് പബ്ലിഷ്ഡ് ആൻഡ് മെറ്റ് വിത്ത് നെഗറ്റീവ് റിവ്യൂസ് ഇൻ ബ്ലാക്ക്വുഡ് ആൻഡ് ക്വാർട്ടർലി. അദ്ദേഹം ഈ ഒരു എൻഡിമിയൻ പബ്ലിഷ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം നെഗറ്റീവ് റിവ്യൂസ് കിട്ടി ബ്ലാക്ക്വുഡ് ആൻഡ് ക്വാർട്ടർലി മാഗസിനുകൾ. ഇതൊക്കെ രണ്ട് മാഗസിൻ്റെ പേരാണ് കേട്ടോ, ബ്ലാക്ക്വുഡ് മാഗസിനും ക്വാർട്ടർലി മാഗസിനിലും. ഇതിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് റിവ്യൂസ് കിട്ടി നമ്മുടെ എൻഡിമിയൻ എന്ന വർക്കിനെ ക്രിറ്റിസൈസ് ചെയ്തു. He met his lover Fanny Brownie for the first time in August the same year and got engaged the next year. അദ്ദേഹത്തിൻ്റെ ലവറായ ഫാനി ബ്രൗണിയെ അദ്ദേഹം കണ്ടുമുട്ടി 1890. അതുകൊണ്ട് തന്നെ 1819 ഒരു നിർണായകമായിട്ടുള്ള ഇയർ ആയിരുന്നു. ആ ഒരു കണ്ടുമുട്ടിയ ആ ഒരു വർഷം തന്നെ അവർ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നടന്നു 1819, വിച്ച് ഈസ് കൺസിഡർഡ് ആസ് ആനസ് മിറാബിലസ് ഇൻ ഹിസ് കരിയർ. അപ്പോൾ കീറ്റ്സിൻ്റെ ലൈഫിലെ ആനസ് മിറാബിലസ് എന്നാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ആനസ് മിറാബിലസ് എന്താണ്? ഓസ്പീഷ്യസ് ഇയർ അല്ലെങ്കിൽ റിമാർക്കബിൾ ഇയർ. വാട്ട് യു മീൻ ബൈ ആനസ് മിറാബിലസ്? ആനസ് മിറാബിലസ് മീൻസ് എ റിമാർക്കബിൾ ഓർ ഓസ്പീഷ്യസ് ഇയർ. അതാണ് ആനസ് മിറാബിലസ് പറഞ്ഞാൽ നല്ലൊരു എന്താണ് റിമാർക്കബിൾ ആയിട്ടുള്ള ഓർമ്മിക്കപ്പെടേണ്ട ഒരു വർഷം കീറ്റ്സിൻ്റെ ലൈഫിൽ 1819 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ. Keats wrote the six odes and the Eve of St. Agnes, the Eve of St. Mark, La Bella Dame Sans Mercy and Lamia first and second. ഇതൊക്കെ നമ്മുടെ കീറ്റ്സിൻ്റെ വർക്കുകളാണ്. ഏത്? ഈവ് ഓഫ് സെൻറ്റ് അഗണീസ്, ലാ ബെല്ല ഡാം സാൻസ് മേഴ്സി, ദ ഈവ് ഓഫ് സെൻറ്റ് മാർക്ക്, ലാമിയ. ഈ വർക്കുകളൊക്കെ നമ്മുടെ കീറ്റ്സിൻ്റെ വർക്കുകളാണ്. വളരെ കുറച്ച് കാലേ ജീവിച്ചിട്ടുള്ളെങ്കിലും ആ ജീവിച്ച സമയം കൊണ്ട് തന്നെ വളരെയധികം വർക്കുകൾ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് സമ്മാനിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ജോൺ കീറ്റ്സ്. ഇൻ ഡിസംബർ 1819, ജോൺ റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ഫേറ്റ് ടു വുഡ് ബി നോ ഡിഫറെൻറ്റ് ഫ്രം ഹിസ് മദേഴ്സ്. അമ്മ നേരത്തെ തന്നെ ട്യൂബർക്കുലോസിസ് വന്ന് മരിച്ചതാണ്. അപ്പം കീറ്റ്സിന് മനസ്സിലായി അമ്മയിൽ നിന്നും അധികം അമ്മയുടെ പ്രായത്തിനേക്കാളും അധികം ദൂരമൊന്നും എനിക്കും ഇനി പോകാൻ സാധിക്കൂല എന്ന് പെട്ടെന്ന് തന്നെ കീറ്റ്സിന് മനസ്സിലായി. ആൻഡ് യങ്ങർ ബ്രദർ ടോം, ഹൂ ഡൈഡ് ഇൻ 1818, അദ്ദേഹത്തിൻ്റെ ചെറിയ സഹോദരൻ ടോം പെട്ടെന്ന് 1880 മരണപ്പെട്ടു. ഇൻ 1820 ഹിസ് ഹെൽത്ത് ഹാവിങ് ഫർദർ ഡിറ്റീരിയോറേറ്റഡ്. അദ്ദേഹത്തിൻ്റെ 1820 ആയപ്പോഴേക്കും നമ്മുടെ കീറ്റ്സിൻ്റെ ലൈഫ്, അതിൻ്റെ മുന്നേ അസുഖം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ അസുഖം ബാധിച്ച് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഫാനി ബ്രൗണി ആയിട്ട് എന്താണ് എൻഗേജ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും എന്താണ് വളരെയധികം ബന്ധങ്ങൾ നിലനിർത്താൻ കീറ്റ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹെൽത്ത് പ്രോബ്ലംസ് അയാളെ വളരെയധികം വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായി, ഡിറ്റീരിയോറേറ്റഡ്, വളരെ താഴ്ന്ന കണ്ടീഷനിലേക്ക് മാറി. ഹി മൂവ് ടു റോം ബിഡിങ് എ ടിയർഫുൾ എഡ്യൂ മീൻസ് ഫെയർവെൽ. അദ്ദേഹം ഒരു എന്താണ് റോമിലേക്ക് മാറി താമസിക്കുകയാണ്. വളരെ കണ്ണീരോട് കൂടിയൊരു യാത്ര, ടിയർഫുൾ എഡ്യൂ. ഫാനി ബ്രൗണിക്ക് കണ്ണീരോട് കൂടി യാത്ര പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അയാൾ എവിടേക്ക് പോവുകയാണ്? റോമിലേക്ക് താമസം മാറ്റുകയാണ്. ഇൻ സെർച്ച് ഓഫ് ബെറ്റർ ക്ലൈമറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ഹെൽത്ത്. ഹി ബ്രീത്ത്ഡ് ഈസ് ലാസ്റ്റ് ഇൻ 1821. അങ്ങനെ 1821 നമ്മുടെ ജോൺ കീറ്റ്സ് മരണമടഞ്ഞു. ഇൻ റോം
and was buried there. Shelley's famous poem Adonis was an elegy written in memory of the great poet ഫ്രണ്ട്. ഷെല്ലി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള ഒരു റൊമാൻറ്റിക് പോയിറ്റാണ് ഷെല്ലി അദ്ദേഹത്തിൻ്റെ ലൈഫിനെ അദ്ദേഹത്തിൻ്റെ മരണത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മരണത്തിൽ വിലപിച്ചുകൊണ്ട് എഴുതിയതാണ് അഡോണൈസ് എന്ന വർക്ക് ഷെല്ലി നമ്മുടെ കീറ്റ്സിൻ്റെ മരണത്തിലെ എലിജി മീൻസ് വിലാപകാവ്യം. ആ ഒരു വിലാപകാവ്യം ഫ്രണ്ടിനെ കുറിച്ചിട്ട് ഫ്രണ്ടിൻ്റെ മരണത്തിലെ വിലപിച്ചുകൊണ്ട് എഴുതിയതാണ് നമ്മുടെ ഷെല്ലി. കീറ്റ്സിൻ്റെ മരണത്തെ വിലപിച്ചുകൊണ്ട് ഷെല്ലി എഴുതിയ വർക്കാണ് അഡോണൈസ്. ഓക്കെ, 1821 കേട്ടോ. The major themes in the poems of Keats were the reciprocal concern of the ephemeral nature of life in contrast to the transcendence of art. The close contrast between the imagined ideal versus the experienced real and the pagan celebration of sensuous beauty of nature. Besides this, Keats dwells in the romantic exploration of nature and its fierceness. As a person who witnessed the force of death during every stages of life, he was preoccupied with the idea of mortality in most of his lyrics. Accordingly, he explains the inseparability of the opposites of pleasure and pain, joy and sorrow, life and death, and happiness and melancholy. Besides, Keatsian poetry is celebrated for the mystical female figures of love, ambition, and poesy against the medieval chivalrous masculine world. The major themes in the poems of Keats were the reciprocal concern of ephemeral nature of life and contrast to the transcendence of art. ഇവിടെ പ്രധാനപ്പെട്ട കീറ്റ്സിൻ്റെ കവിതയിലെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറഞ്ഞാൽ കലയുടെ സ്ഥിരതയും ലൈഫിൻ്റെ ആ ഒരു ക്ഷണികതയും. ലൈഫ് അല്ലെങ്കിൽ ഫിസിക്കൽ ബ്യൂട്ടി എപ്പോഴും ചേഞ്ചിങ് ഡേ ബൈ ഡേ. അറ്റ് ദ സെയിം ടൈം ആർട്ട് ഈസ് സ്റ്റാറ്റിക് അല്ലേ. ട്രാൻസിഡൻസ് ഓഫ് ആർട്ടിൻ്റെ സ്ഥിരതയും തമ്മിലൊരു കോൺട്രാസ്റ്റുകളാണ് മിക്കപ്പോഴും നമ്മുടെ കീറ്റ്സിൻ്റെ കവിതയിലെ പ്രധാന ആശയങ്ങൾ, പ്രധാന തീമുകൾ. The close contact between the imagined ideal versus the experienced real and the pagan celebration of the sensuous beauty of nature. ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളും അല്ലേ, അതിനെക്കുറിച്ചുള്ള ആശങ്കകളും ഭാവനയുടെ നമ്മൾ എങ്ങനെ ഇപ്പോൾ പറയാം, ഒരു പ്രകൃതിയുടെ രമണീയത അദ്ദേഹം വളരെ ആസ്വദിച്ചിട്ടാണ് കവിത എഴുതിയത് അല്ലേ. അപ്പോൾ ശരിക്കും ഒരു യഥാർത്ഥ ജീവിതത്തിൽ ഭാവനയിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളും അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ പ്രധാനമായിട്ടുള്ളത്. ക്ലോസ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഇമാജിൻഡ് ഐഡിയൽ വേഴ്സസ് ദ എക്സ്പീരിയൻസ്ഡ് റിയൽ. ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, ഭാവനയിൽ കാണുന്ന അയഥാർത്ഥങ്ങൾ, നമ്മൾ ഇമാജിനേഷനിൽ കാണുന്ന അയഥാർത്ഥങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള കോൺട്രാസ്റ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ തീമായിട്ട് വരാറുണ്ട്. സെലിബ്രേഷൻ ഓഫ് സെൻഷ്യസ് ബ്യൂട്ടി ഓഫ് നേച്ചർ. ബിസൈഡ്സ് ദിസ് കീറ്റ്സ് ഡ്വെൽസ് ഇൻ ദ റൊമാൻറ്റിക് എക്സ്പ്ലോറേഷൻ ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ഫയർസ്നെസ്. ഇതിനൊക്കെ പുറമെ കീറ്റ്സ് ഡ്വെൽസ് മീൻസ് വസിക്കുക. കീറ്റ്സ് നിലനിൽക്കുന്നത് റൊമാൻറ്റിക് എക്സ്പ്ലോറേഷൻ ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ഫയർസ്നെസ്. ആ ഒരു റൊമാൻറ്റിക് എക്സ്പ്ലോറേഷൻ ഓഫ് നേച്ചറിൻ്റെ ആ റൊമാൻറ്റിസിസം അല്ലേ. നേച്ചറിന് വളരെയധികം സന്തോഷം അദ്ദേഹം കണ്ടെത്തിയെന്നാണ്. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മരണത്തിന് സാക്ഷ്യം വഹിച്ച നമ്മുടെ കീറ്റ്സ് നേച്ചറിൻ്റെ നേച്ചറിനെ കുറിച്ച് ഗവേഷണം നടത്തി. റൊമാൻറ്റിക് എക്സ്പ്ലോറേഷൻ ഓഫ് നേച്ചർ, റൊമാൻറ്റിക് എക്സ്പ്ലോറേഷൻ നടത്തി നേച്ചറിനെ കുറിച്ചിട്ട്. ആൻഡ് ഹിസ് ഫെയർനെസ്, അതിൻ്റെ ആ ബ്യൂട്ടിയെ കുറിച്ചിട്ട്, അതിൻ്റെ ആ ഫെയർനെസ്സിനെ കുറിച്ചിട്ട്. ആസ് എ പേഴ്സൺ ഹു വിറ്റ്നസ്ഡ് ദ ഫോഴ്സ് ഓഫ് ഡെത്ത് ഡ്യൂറിങ് എവറി സ്റ്റേജസ് ഓഫ് ലൈഫിൻ്റെ ഓരോ കോണിലും മരണം കണ്ട് സാക്ഷിയാക്കപ്പെട്ടതാണ് അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ, അമ്മ, സഹോദരൻ എല്ലാവരും മരണമടഞ്ഞു. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കീറ്റ്സിനും ട്യൂബർകുലോസിസ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് പ്രീഒക്യുപ്പൈഡ് വിത്ത് ദ ഐഡിയ ഓഫ് മോർട്ടാലിറ്റി ഇൻ ദ മോസ്റ്റ് ഓഫ് ഹിസ് ലിറിക്സ്. അദ്ദേഹത്തിൻ്റെ അധികം പോയത്തിലും മോർട്ടാലിറ്റി, അനശ്വരത അല്ലേ,
അനശ്വരത അല്ല, ഇമ്മോർട്ടാലിറ്റിയാണ് അനശ്വരത. മോർട്ടാലിറ്റി, മരണത്തെക്കുറിച്ചിട്ടുള്ള ലൈനുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളിൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റോറികളിൽ, അദ്ദേഹത്തിൻ്റെ പോയത്തിൽ അധികം ഉണ്ടായിരുന്നത്. അക്കോർഡിംഗ്ലി ഹി എക്സ്പ്ലെയിൻസ് ദ ഇൻസെപ്പറബിലിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. പ്ലഷറും പെയിനും, സന്തോഷവും ദുഃഖവും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്തൊരു ബന്ധം അയാൾ എക്സ്പ്ലെയിൻ ചെയ്തു. ജോയ് ആൻഡ് സോറോ, ലൈഫ് ആൻഡ് ഡെത്ത് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് മെലങ്കലി. ഹാപ്പിനെസ്, മെലങ്കലി പറഞ്ഞാൽ വിലപിക്കുക അല്ലേ. ലൈഫ് ആൻഡ് ഡെത്ത് ഒക്കെ കോൺട്രാസ്റ്റഡ് ടേംസ് ആണ്. ലൈഫും ഡെത്തും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ്, അത് തമ്മിലൊന്നും ഒരിക്കലും വേർപ്പെടുത്താൻ പറ്റാത്തതാണ്. നമുക്കറിയാലോ ഒരു പാട്ട്, സുഖം ഒരു ബിന്ദു ദുഃഖം ഒരു ബിന്ദു അല്ലേ. സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കൊരു പെൻഡുലമാടുന്നു, അതാണെന്ത് ലൈഫ്, ജീവിതം അത് ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്, പഴയ സോങ്ങാണ്, എന്നാലും നല്ല മീനിങ് ഉള്ള സോങ്ങാണ്. സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കൊരു പെൻഡുലം ആടുന്നു. പെൻഡുലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സയൻസ് പഠിച്ചവർക്കൊക്കെ അറിയാം. സിമ്പിൾ പെൻഡുലൊക്കെ ഫിസിക്സ് ലാബിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പെൻഡുലം ഇങ്ങനെ ആട്ടാൻ പറ്റുന്ന ഒരു ചരടുമ്മൽ ഇങ്ങനെ ഒരു ബോളൊക്കെ തൂക്കിയിട്ട് അങ്ങനെ ഒരു ചെറിയ നേരിയ നൂല് എപ്പോഴും സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് ആടുന്നുണ്ട് അല്ലേ. സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ലൈഫ്. അപ്പോൾ ആ ഒരു അതാണെന്ത് ജീവിതം എന്നാണ് ആ ഒരു പാട്ടിൽ പറയുന്നത്. അതുപോലെയായിരുന്നു കീറ്റ്സിൻ്റെ ലൈഫ്. എപ്പോഴും നമുക്ക് ഒരിക്കലും സന്തോഷത്തെയും ദുഃഖത്തെയും തമ്മിൽ വേർതിരിക്കാനാവില്ല. Besides, Keatsian poetry is celebrated for the mystical female figure of love, ambition and poesy against the medieval chivalrous masculine world. ശരിക്കും നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്, ജീവിതം മരണവും മാറി മാറി നമ്മുടെ ലൈഫിൽ സന്തോഷം ദുഃഖവും വരും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരു രഹസ്യാത്മകതയുള്ളൊരു സ്ത്രീയെ, ഒരു സ്ത്രീത്വത്തിന് നമുക്ക് ദർശിക്കാൻ സാധിക്കും. സ്നേഹം, ആഗ്രഹങ്ങൾ, കവിത മുതലായതിനും സ്ത്രീ സ്വഭാവം ഉള്ളതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്ത്രീയുടെ സ്വഭാവം, ഷിവാർലിയസ് മസ്കുലൈൻ വേൾഡിൽ ഒരു ഫീമെയിൽ നേച്ചർ കാണാൻ അദ്ദേഹം പോയട്രിക്ക് സെലിബ്രേറ്റ് ദ മിസ്റ്റിക്കൽ ഫീമെയിൽ ഫിഗർ ഓഫ് ലവ്, അംബിഷൻ ആൻഡ് പോയട്രിക്കും ആഗ്രഹങ്ങൾക്കും ലവിനൊക്കെ ഒരു ഫീമെയിൽ ക്യാരക്ടർ കാണാണ്. എഗെയിൻസ്റ്റ് ദ മിഡീവൽ ഷിവാൽറിസ് മസ്കുലൈൻ വേൾഡ്. ഈ ഒരു മസ്കുലൈൻ വേൾഡിനെതിരായിട്ട്, പുരുഷാത്മകമായ അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിക്കെതിരായിട്ട് ഈ ഒരു പോയട്രിക്കും ഇതിനൊക്കെ ഒരു മസ്കുലൈൻ സ്വഭാവം നമ്മുടെ കീറ്റ്സ് കാണുന്നുണ്ട്. Keats was a romantic poet. Romanticism, a movement said to have begun with the publication of lyrical ballads by William Wordsworth and Samuel Taylor Coleridge in 1798. He is defined as the principled protest against classicism, though 1798 is considered the year that inaugurated Romanticism. Romantic strains were visible in the poetry of William Blake, published a decade prior to lyrical ballads. Romanticism is a kind of liberalism brought into literature following the ideals of French Revolution such as liberty, equality and fraternity. Though generally critical of Enlightenment rationalism, the Romantic revival shares with Enlightenment and intense focus on the powers of human mind. Accordingly, self-division, solitude, subjective longing, all these aspects of subjectivity are taken as the starting point and theme of many romantic writings. The movement in its first phase was represented by Wordsworth, Coleridge and Southey, and in the later phase by the social revolutionaries, if not anarchists, like Lord Byron, Percy Bysshe Shelley and John Keats. The wildness of nature. Keats was a romantic poet. Romanticism, a movement said to have begun with the publication of lyrical ballads by William Wordsworth and Samuel Taylor Coleridge in 1798. Keats ഒരു റൊമാൻറ്റിക് പോയറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു റൊമാൻറ്റിസിസം സ്റ്റാർട്ട് ചെയ്തത് ലിറിക്കൽ ബലാഡ്സിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ്. വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടൈലർ കോൾറിഡ്ജും കൂടിയിട്ടാണ് നമ്മുടെ ലിറിക്കൽ ബലാഡ്സ് പബ്ലിഷ് ചെയ്തത് 1798. ഇതൊരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. എന്തൊക്കെയാണ് റൊമാൻറ്റിക് പോയട്രികളുടെ പ്രത്യേകത? റൊമാൻറ്റിക് പോയട്രി എന്തായിരിക്കണം സബ്ജക്റ്റ് മാറ്റർ എടുക്കേണ്ടത്?
ഈ ഒരു ലിറിക്കൽ ബല്ലാഡ്സിൽ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ലിറിക്കൽ ബല്ലാഡ്സിൽ ധാരാളം കവിതകൾ അടങ്ങിയിട്ടുള്ള ഒരു വാള്യമാണ് ലിറിക്കൽ ബല്ലാഡ്സ്. അതിലെങ്ങനെയായിരിക്കണം പോയംസ് എന്നുള്ളത്, റൊമാൻറ്റിക് പോയംസ് എങ്ങനെയാണ്, അതിൽ സബ്ജക്റ്റ് മാറ്റർ കോമൺ മാൻസിലെ കോമൺ മാൻ്റെ ലൈഫായിരിക്കണം അതിലെ സബ്ജക്റ്റ് മാറ്റർ, കോമൺ മാൻ്റെ ലാംഗ്വേജ് ആയിരിക്കണം ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കുറേ റൂൾസുകളുണ്ട്. ശരിക്കും ഈ ഒരു റൊമാൻറ്റിസിസം വന്നത് ക്ലാസിസിസത്തിനെതിരായിട്ടാണ്. ക്ലാസിസിസം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ റൂൾസ് ഫോളോ ചെയ്യുന്നതാണ് ക്ലാസിസിസം. ക്ലാസിക്കൽ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പഴയത് ക്ലാസിസിസം അവരെന്താ വെച്ചാൽ സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ലാംഗ്വേജസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റൂൾസും റെഗുലേഷൻസും വളരെയധികം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ റൊമാൻറ്റിസിസം വന്നതോടുകൂടി അതിനെതിരായിട്ട് റൂൾസിനൊന്നും പ്രാധാന്യമില്ലാതെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ കവിതകൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ ക്ലാസിസിസത്തിനെതിരായിട്ടാണ് അല്ലെങ്കിൽ നിയോ ക്ലാസിസിസത്തിനെതിരായിട്ടാണ് നമ്മുടെ റൊമാൻറ്റിസിസം വന്നത്. 1798 is considered the year that inaugurated Romanticism. Romantic strains were visible in the poetry of William Blake, published a decade prior to lyrical ballads. Romanticism is the kind of liberalism brought into the literature following the ideals of French Revolution such as liberty, equality and fraternity. റൊമാൻറ്റിസിസത്തിൻ്റെ ഈ ഒരു ഇതിന് കാരണം എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉന്നയിക്കപ്പെട്ട സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം പറഞ്ഞ 3 കാര്യങ്ങളാണ് റൊമാൻറ്റിസിസത്തിൻ്റെ ഈ ഒരു പുതിയ ആശയത്തിന് കാരണം അല്ലേ? Though generally critical of Enlightenment rationalism, the Romantic revival shares with Enlightenment an intense focus of the powers of human mind. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിസിസം സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ബീയിങ്സിൻ്റെ കഴിവുകളെ. റൊമാൻറ്റിസിസം നമ്മുടെ മനസ്സിൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. മനസ്സിൻ്റെ കഴിവുകളെ. ഇൻറ്റൻസ് ഫോക്കസ് ഓൺ ദ പവേഴ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. അക്കോർഡിംഗ്ലി സെൽഫ് ഡിവിഷൻ, സോളിറ്റ്യൂഡ്, സബ്ജക്റ്റീവ് ലോങ്ങിങ്, all these aspects of subjectivity are taken as the starting point and theme of many romantic writings. റൊമാൻറ്റിക് റൈറ്റിങ്സുകളുടെ പ്രധാനപ്പെട്ട തീമുകളായിരുന്നു സെൽഫ് ഡിവിഷൻ, സോളിറ്റ്യൂഡ്, സബ്ജക്റ്റീവ് ലോങ്ങിങ്. ഈ ഒറ്റപ്പെടൽ, സോളിറ്റ്യൂഡും അതൊക്കെ സോളിറ്റ്യൂഡ്, പിന്നെ സബ്ജക്റ്റീവ് ലോങ്ങിങ്. അതും ലോങ്ങിങ് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെടൽ പോലുള്ള ഒരു ഭയങ്കര അതിയായ ആഗ്രഹം എന്നൊക്കെ പറയൂലേ. ആൾ ദീസ് ആസ്പെക്ട്സ് ഓഫ് സബ്ജക്റ്റിവിറ്റി ആർ ടേക്കൺ ആസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻഡ് ദ തീം ഓഫ് മെനി റൊമാൻറ്റിക് റൈറ്റിങ്സ്. റൊമാൻറ്റിക് റൈറ്റിങ്സിലെ പ്രധാനപ്പെട്ട തീംസ് സബ്ജക്റ്റിവിറ്റി ആയിരുന്നു. സബ്ജക്റ്റീവ് പേഴ്സണൽ ഇമോഷൻസ് ആയിരുന്നു അധികം റൊമാൻറ്റിക് പോയറ്റുകൾ തീമായിട്ട് എടുക്കാറുള്ളത്. ദ മൂവ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് പ്ലേസ് വാസ് റെപ്രസെൻറ്റഡ് ബൈ വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ് ആൻഡ് സദേ. ഇവർ 3 പേരും കൂടിയാണ് അതിൻ്റെ ഫസ്റ്റ് ഫേസിലുള്ളത്. ഫസ്റ്റ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ്സുകളായിരുന്നു വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, സദേ. ആൻഡ് ദ ലേറ്റർ ഫേസ് ബൈ ദ സോഷ്യൽ റെവല്യൂഷണറീസ് ഇഫ് നോട്ട് അനാർക്കിസ്റ്റ് ലൈക്ക് ലോർഡ് ബൈറൺ, പെർസി ഷെല്ലി ആൻഡ് ജോൺ കീറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ്സ് ആരാന്ന് ചോദിച്ചാൽ വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, സദേ. സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ്സ് ആരാണ്? ഷെല്ലി, ബൈറൺ, കീറ്റ്സ്. ഓക്കെ, ഇനി ഒരൊറ്റ പാരഗ്രാഫും കൂടെ ഉള്ളൂ. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു.